Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനി, ചുമ, ജലദോഷം ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കഷായമാണ്. ഇത് കഷായം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു നമ്മൾ ചുക്കുവെള്ളമൊക്കെ പോലെ കുടിക്കുന്ന ഒരു വെള്ളമാണ്. ഇത് ചിലർക്കൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും. എന്നാലും ഞാനിത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പനി, ചുമയും ജലദോഷം ഒക്കെ മാറും കേട്ടോ. ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം, 10 കുരുമുളക്, ഒരു ചെറിയ പീസ് ചുക്ക്, 2 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ മല്ലി, കുറച്ച് തുളസി. ഇത് വയലറ്റ് കളറിലെ തുളസിയാട്ടോ അത്. അപ്പോൾ ഇങ്ങനത്തെ കഷായമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത് കണക്കത്തെ തുളസി എടുക്കാൻ നോക്കാം. ഇപ്പോൾ ഇതിൽ നമുക്ക് ഉള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കഫക്കെട്ടുണ്ടെങ്കിൽ മാത്രം ഉള്ളി ഇട്ടേച്ചാൽ മതി കേട്ടോ. ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഉള്ളി ചേർക്കുകയെന്നുണ്ടെങ്കിൽ നല്ല കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. തുളസിയിൽ ചതയ്ക്കേണ്ട, ബാക്കിയെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. ഇപ്പം നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഉള്ളിയും ഉലുവയും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇതിങ്ങനെ പൊടിച്ച് വെക്കാം നമുക്ക്. അപ്പോൾ ഞാനൊക്കെ ഇവിടെ ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുക ഉണ്ടാവും. ഇതുപോലെ ഞാനിങ്ങനെ ഈ പൊടികളെ ഈ കൂട്ടുകളെല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുക. കൂട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലി, കുരുമുളക്, ചുക്ക്, ജീരകം, ഇത്രയും സാധനങ്ങൾ ഞാൻ പൊടിച്ചിട്ട് വെച്ചിരിക്കുന്ന പൊടിയാട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തൊണ്ടയ്ക്കൊക്കെ എന്തെങ്കിലും കിച്ചൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഇതുപോലെ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാം. അപ്പോൾ അന്നേരം നമ്മളിത് പോയിട്ട് പൊടിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ചേർത്തേച്ചാൽ മതി. ആ തിളപ്പിക്കുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് തുളസിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചേച്ചാൽ മാത്രം മതി. അന്നേരം ഉള്ളിയുടെ ആവശ്യമില്ല നമുക്കിപ്പോൾ. അപ്പോൾ ഞാൻ പറയല്ലോ നല്ല കഫക്കെട്ടുണ്ടെങ്കിൽ മാത്രം ഉള്ളി ചേർത്തേച്ചാൽ മതി കേട്ടോ. അതുപോലെ ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിലും മാത്രം. ഉള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളയ്ക്കാൻ വെച്ചേക്കുന്ന വെള്ളത്തിലേക്ക് ഞാൻ ഇതിനകത്തേക്ക് ഉള്ളി, തുളസിയില, പിന്നെ മറ്റേതെല്ലാം കൂടെ ഞാൻ മല്ലി, ജീരകം, കുരുമുളക്, ഉലുവ, ചുക്ക്, ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഇട്ടേക്കണം കേട്ടോ. അത് ഈ വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ സാധനം കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പനി, ചുമ, ജലദോഷം ഒക്കെ തീർച്ചയായിട്ടും പോകും കേട്ടോ. ഇത് ഞാൻ ഗ്യാരണ്ടിയാണിത്. എന്നുവെച്ചാൽ എനിക്ക് ചുമ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറത്തൊന്നുമില്ല. ഒരു ദിവസം ഇതുപോലെ ചുമ വന്നിട്ട് ഇപ്പോൾ ഒരു 2 മാസത്തോളം ഇങ്ങനെ ചുമ മാറാണ്ട് ഇങ്ങനെ നിൽക്കുമോ. അപ്പോൾ ഞാനങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അമ്മച്ചി എനിക്ക് ഇതുപോലെ ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് തന്നു. ഒത്തിരി ഞാൻ മരുന്ന് കഴിച്ചിട്ടൊന്നും മാറാതെ വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ അമ്മച്ചി എടുത്ത് തന്നപ്പോഴത്തേക്ക് അമ്മച്ചി ഇതുപോലെ എനിക്കൊരു കഷായം ഉണ്ടാക്കി തന്നു. ഈ കഷായം കുടിച്ചപ്പോഴത്തേക്കും ഒരു 2 പ്രാവശ്യം കുടിച്ചോളൂ. എനിക്ക് അപ്പം തന്നെ ചുമയ്ക്ക് നല്ല വ്യത്യാസം വന്നു. പിന്നെ 2 ദിവസം ഫുള്ളായിട്ട് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അസുഖം മാറിക്കോളും. സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ തന്നെ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 2 പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ അസുഖം പെട്ടെന്ന് തന്നെ മാറും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇപ്പം നമുക്കിപ്പോൾ ജലദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ആവിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തൊണ്ടയ്ക്കും നമ്മൾ ശ്വാസം എടുക്കുന്നതിനൊക്കെ നല്ലൊരു സുഖമായിരിക്കും. കുരുമുളകും തുളസിയൊക്കെ കിടക്കുകയല്ലേ, അപ്പോൾ നല്ല ഒരു നല്ലൊരു ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആവി പിടിക്കുന്ന ഒരു എഫക്റ്റാട്ടോ ഇതിങ്ങനെ ആവി പിടിക്കുമ്പോഴത്തേക്കും. ഇനി ഇത് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കണം. അപ്പോൾ ഇത് തീയൊന്ന് നന്നായിട്ട് കുറച്ച് വെച്ചേക്കുക. അടച്ചൊന്നും വെക്കൊന്നും വേണ്ട. ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നമുക്ക് തന്നെ ഇതിൻ്റെ മുന്നിൽ നിന്നിട്ടൊന്ന് ആവി കുറച്ച് സമയം പിടിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇതിൽ നിന്നൊക്കെ നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇത് കുടിക്കുമ്പോൾ ഇത് ചൂടോട് കൂടെ തന്നെ വേണം കേട്ടോ കുടിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഉള്ളി ചേർത്തിട്ടുണ്ട്. ഉള്ളി ചേർത്തിട്ടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിലും അധിക സമയം വെക്കുകയൊന്നും വേണ്ട. 2 മണിക്കൂറിനുള്ളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉള്ളിയുടെ വേറൊരു ഫ്ലേവർ വരും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുടിച്ച് ചേർക്കാൻ നോക്കുക. അപ്പോൾ ഉള്ളി ചേർക്കാണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം ഇതിങ്ങനെ ടേസ്റ്റ് വ്യത്യാസം വരത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ ചുമയ്ക്കൊക്കെ ഉള്ള കഷായം റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ കുടിക്കുക. ഇതിപ്പോൾ തന്നെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ.
ഇത് കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പനി ചുമ ജലദോഷം തീർച്ചയായിട്ടും പോകും കേട്ടോ, ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.